വളരെ സുന്ദരമായ ഒരു രാജ്യമാണ് വെനസ്വേല. അത് മാത്രമല്ല ലോക സുന്ദരന്മാരുടെ രാജ്യവും കൂടിയാണ് വെനസ്വേല. സൗന്ദര്യ മത്സരങ്ങളിലെ ആധിപത്യത്തിന്റെ പേരിൽ ലോകമെമ്പാടും ഈ രാജ്യം പ്രശസ്തമാണ്. സൗന്ദര്യ റാണികളുടെ ഫാക്ടറി എന്നൊരു വിളിപ്പേര് കൂടെ ഈ വെനസ്വേല എന്ന രാജ്യത്തിനുണ്ട്. എസ്ക്യൂലാസ് ഡി റെയ്നാസ് എന്നറിയപ്പെടുന്ന പ്രത്യേക അക്കാദമികളിലെ കഠിനമായ പരിശീലനവും സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളുടെ വ്യാപകമായ ഉപയോഗവും ആ രാജ്യത്തുണ്ട്. മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ്, മിസ് ഇന്റർനാഷണൽ, മിസ് എർത്ത് തുടങ്ങിയ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ മത്സരങ്ങളിലെല്ലാം വെനസ്വേല അനേകം തവണ കിരീടം ചൂടിയിട്ടുണ്ട്. 4 പ്രധാന സൗന്ദര്യ മത്സരങ്ങളിലും ഒന്നിൽ അധികം തവണ വിജയിച്ചതിന്റെ റെക്കോർഡും വെനസ്വേലയുടെ പേരിലാണ്. 7 തവണയാണ് വെനസ്വേല മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. 1979-ൽ മാരിറ്റ്സ ചൈലോർ ആയിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. 2013-ൽ ഗബ്രിയേല ഐസറാണ് അവസാനം ഈ കിരീടം നേടിയ വെനസ്വേലക്കാരി. 6 തവണ മിസ് വേൾഡ് കിരീടവും വെനസ്വേലയ്ക്ക് തന്നെയായിരുന്നു. 2011-ൽ ഇവിയൻ സാർക്കോസാണ് കിരീടം അവസാനം നേടിയത്. 2008-ലും 2009-ലും തുടർച്ചയായി മിസ് യൂണിവേഴ്സ് കിരീടം ചൂടി ആ രാജ്യം ചരിത്രം കുറിക്കുകയും ചെയ്തു. സൗന്ദര്യ മത്സരങ്ങൾക്ക് രാജ്യത്ത് വലിയ ജനശ്രദ്ധയും മാധ്യമ പ്രാധാന്യവും ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്കൂളുകൾ സ്പോർട്സിന് നൽകുന്നതിന് തുല്യമായ കഠിന പരിശീലനമാണ് സുന്ദരിമാർക്കും നൽകുന്നത്. നടത്തം, പോസിംഗ്, പ്രസംഗം, പൊതുവായുള്ള പെരുമാറ്റ രീതികൾ എന്നിവയിലെല്ലാം വിദഗ്ധ പരിശീലനം അവർക്ക് ഉറപ്പു നൽകുന്നു. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശസ്ത്രക്രിയകളും ഇവിടെ സാധാരണമാണ്. ഇത് വെനസ്വേലൻ സുന്ദരിമാർക്ക് മത്സരത്തിൽ മുൻതൂക്കം നൽകുകയും ചെയ്യും. സ്ഥാന വലുപ്പം കൂട്ടുന്നതിനുള്ള ശസ്ത്രക്രിയ, ലെപ്പോസെഷൻ തുടങ്ങിയവ ഇവിടെ വ്യാപകമായി ചെയ്യുന്നുമുണ്ട്. സൗന്ദര്യ മത്സരത്തിൽ വിജയികളാകുന്ന പലർക്കും മാധ്യമരംഗത്തും കലാ വ്യവസായത്തിലുമൊക്കെ മികച്ച അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പലർക്കും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടെയായിരുന്നു സൗന്ദര്യ മത്സരങ്ങൾ. സൗന്ദര്യറാണി പട്ടം കിട്ടിയ ഐറിൻ സയാസിനെ പോലുള്ളവർ മേയറായും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും മത്സരിച്ച് രാഷ്ട്രീയ രംഗത്തും ശ്രദ്ധ നേടിയിരുന്നു. ഈ വ്യവസായം പല വെല്ലുവിളികളെയും നേരിടുകയും ചെയ്തു. കോവിഡ് സമയത്ത് വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും ഓൺലൈൻ പരിശീലനം പോലുള്ള പുതിയ രീതികൾ അവലംബിച്ച് ഈ രംഗം മുന്നോട്ട് തന്നെ പോയി. രാഷ്ട്രീയമായ അസ്ഥിരതകളും സാമ്പത്തിക പ്രതിസന്ധികളും രാജ്യത്തെ ഉലയ്ക്കുമ്പോഴും ലോകസുന്ദരി വേദികളിൽ വെനസ്വേലയുടെ തിളക്കം കുറഞ്ഞിരുന്നില്ല. വെനസ്വേലയിൽ സൗന്ദര്യം എന്നത് ജന്മനാലുള്ള ഒരു അവസ്ഥയല്ല, മറിച്ച് കഠിനമായ പരിശീലനത്തിലൂടെ വാർത്തെടുക്കുന്ന ഒന്നാണ് വെനസ്വേലൻ സൗന്ദര്യം. വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യ കിരീടം നേടുക എന്നത് ആ രാജ്യത്തിന് അഭിമാനമാണ്. രാജ്യത്തെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനിടയിലും ഇത്തരം മത്സരങ്ങളെ ജനങ്ങൾ വളരെ ആവേശത്തോടെ തന്നെ ഏറ്റെടുത്തിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും മോചനം നേടാനുള്ളൊരു മാർഗമായും അവിടുത്തെ പലരും ഇതിനെ കാണുന്നുണ്ട്.